ആദ്യം തന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇടികൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ചേറെ ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം എടുത്ത് നന്നായിട്ട് ഇട്ട് ചതച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല, നോ ഗാർലിക്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത്രയ്ക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. വലിയ പച്ചമുളകും കൂടെ അതിനകത്ത് കീറിയിട്ട് കൊടുക്കാം. കറിയിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. നന്നായിട്ട് ഇഞ്ചി ചതഞ്ഞിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചതയ്ക്കണ്ട, നമുക്ക് കടിക്കാൻ കിട്ടണം അത് നമ്മൾ കഴിക്കുമ്പോൾ. അപ്പം ഇനി ഞാൻ ചിക്കനകത്തോട്ട് ഇതിട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോകും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഇനി ഒരു അരമണിക്കൂർ, ഒരു മിനിമം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള സവാള ചോപ്പ് ചെയ്തെടുക്കാം. ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 4 ചെറിയ സവാള മതിയാവും. നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയുടെ പകുതി എടുത്തിട്ടാണ് മാരിനേഷനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ബാക്കി വന്ന ഇഞ്ചി നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് കറിക്കകത്തിടാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ബാക്കി വന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കാൻ പോകണം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പെരിഞ്ജീരകം ഇട്ടിട്ട് പൊട്ടിക്കാൻ പോകണം. പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ ചേർക്കുക അല്ലെ. ഇവിടെ ഞാൻ എല്ലാം ഒപ്പത്തിന് ചേർക്കാൻ പോകണം. ഇപ്പൊ സവാള ഇട്ട് കൊടുത്തു, അതോടൊപ്പം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർക്കാൻ പോകുന്നത്. എന്നിട്ട് ചിക്കനും ഈ ഒനിയനും ഒരുമിച്ച് വേണം നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല, ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നില്ല. ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആടി ഒരു 5 മിനിറ്റ്സ് ചെറിയ തീയിൽ നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ ഇതിൽ ചില്ലി പൗഡർ ചേർക്കുന്നില്ല, പക്ഷെ കുറച്ച് കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ മുമ്പേ ബാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും, കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട സമയമാണ്. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. അപ്പൊ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട്. ഗരം മസാല ഇഷ്ടപ്പെടാണ് ആ ഒരു മണം വരാൻ തുടങ്ങിയത്. ടേസ്റ്റ് ഒക്കെ നോക്കി നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഇല്ലാതെ നന്നായി വറ്റിച്ചെടുത്ത സൂപ്പർ ടേസ്റ്റി ആൻഡ് ഫ്ലേവർഫുൾ ജിഞ്ചർ പെപ്പർ ചിക്കൻ റെഡി.